ഇതൊരു റെയിൻബോ ഫ്ലേവറിൽ വന്നിട്ടുണ്ടായിരുന്ന കേക്കായിരുന്നു. റെയിൻബോ കേക്ക് ഞാൻ 2 രീതിക്ക് ചെയ്യാറുണ്ട്. ചില കസ്റ്റമേഴ്സിന് 7 ഫ്ലേവർ തന്നെ ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് പറയും. അപ്പോൾ നമ്മൾ ഫില്ലിങ്സ് ആയിട്ടൊക്കെ 7 ഫ്ലേവേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു പ്ലെയിൻ വാനിലയുടെ സ്പഞ്ചിൽ 7 കളേഴ്സ് ആഡ് ചെയ്തിട്ടുള്ളൊരു കേക്കായിരുന്നു. അപ്പോൾ നമുക്ക് മറ്റ് ഫ്ലേവേഴ്സ് 7 ആഡ് ചെയ്യുമ്പോൾ റേറ്റിന് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പം ഇത് കുറച്ച് റേറ്റ് കുറവും മറ്റേ കുറച്ച് റേറ്റ് കൂടുതലാണ് 7 ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ആക്കുമ്പോൾ. അങ്ങനെ കേക്കൊക്കെ ഫിനിഷ് ചെയ്ത് ഫസ്റ്റ് കോട്ടിങ് ചെയ്ത് ഞാൻ തലേന്ന് വെച്ചിരുന്നു. രാവിലെ എടുത്തപ്പോൾ തന്നെ ഒരു മോഹൻലാൽ സ്റ്റൈലിലേക്ക് അത് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം സൈഡൊക്കെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് ലെവൽ ചെയ്ത് ആദ്യമേ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ ഈ ടോൾ കേക്കുകൾ ഷേപ്പാക്കി എടുക്കാൻ നല്ല താമസമാണ് കേട്ടോ. അങ്ങനെ വർക്കൊക്കെ ഫിനിഷ് ചെയ്ത് കസ്റ്റമർ നമുക്ക് റെഫറൻസ് തന്നിട്ടുണ്ടായിരുന്നു. 2 വയസ്സിൻ്റെ ബർത്ത്ഡേ ആയിരുന്നേ. പേര് വെക്കണം, ടോപ്പർ വേണം, മുകളിലൊരു ക്യാൻഡിലും കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 വയസ്സിൻ്റെ ഒരു ക്യാൻഡിലൊക്കെ വെച്ച് ലുക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഉണ്ടായിരുന്ന ഒരു 1 kg ടെൻഡർ കോക്കനട്ട് കേക്കായിരുന്നു. അത് ഒരു ടോപ്പറൊക്കെ വെച്ച് പേരൊക്കെ എഴുതി ചെറിയൊരു ഫ്ലവേഴ്സൊക്കെ വെച്ച് സിമ്പിളായിട്ട് ചെയ്തെടുത്തൊരു കേക്കായിരുന്നു. പിന്നെ ഒരു 1/2 kg മാംഗോ ഫ്ലേവറിലുണ്ടായിരുന്ന ഒരു കേക്കും പിന്നെ ഒരു ബെൻഡോ കേക്കാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.